സ്റ്റോക്ക് മാർക്കറ്റിന് ഒരു ഭാഷയുണ്ട്. ആ ഭാഷയാണ് നമ്മൾ ഇന്ന് ഒരുമിച്ച് പഠിക്കാൻ പോകുന്നത്. ട്രേഡിങ്ങിനെ പറ്റി നമുക്ക് ഒന്നും അറിയില്ലെങ്കിൽ പോലും നമുക്ക് ഈ ഭാഷ മനസ്സിലായി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ഹോൾ സംഭവം വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാവില്ലേ? ഇത് ട്രേഡിങ്ങിൽ മാത്രമല്ല ഇൻവെസ്റ്റിംഗിലാണെങ്കിലും നമുക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. സോ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിലും അതിനെപ്പറ്റി അറിയാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് എൻ്റെ കൂടെ ഒരുമിച്ച് ഇത് പഠിക്കാം. ഇത് പഠിച്ചു കഴിഞ്ഞ് നമുക്കൊരു സാമ്പിൾ എടുത്ത് വെച്ച് ഒരുമിച്ച് ഈ ഭാഷയൊന്ന് വായിക്കാനും കൂടെ ശ്രമിക്കാം. ചുമ്മാതെ അങ്ങനെ വന്നാൽ ഇങ്ങനെ വരും, ഇങ്ങനെ വന്നാൽ അങ്ങനെ വരും, അങ്ങനെയൊന്നും അല്ല. നന്നായി ബേസിക് മനസ്സിലാക്കി, ലോജിക്ക് മനസ്സിലാക്കി, ഇതിന്റെ സൈക്കോളജിയും കൂടെ പഠിക്കാൻ നമ്മൾ ശ്രമിക്കും. അപ്പോൾ ട്രേഡിങ്ങിനെ പറ്റി ഒരു സീരീസ് ഓഫ് വീഡിയോസ് തന്നെ ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഞാൻ റെഫർ ചെയ്യുന്ന വീഡിയോസും ഞാൻ റെഫർ ചെയ്യുന്ന ആർട്ടിക്കിൾസും ബുക്സും PDF-ഉം ഇതെല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അവിടെ നിന്ന് പഠിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ നമ്മളൊക്കെ പലതരത്തിലുള്ള ചാർട്ട്സും ഗ്രാഫുകളും ഒക്കെ കണ്ടിട്ടുണ്ട്. സ്കൂളിൽ പല സമയത്ത് നമ്മൾ ഇതൊക്കെ എന്തിനാണ് പഠിച്ചത് എന്ന് പോലും നമുക്ക് സംശയം ഉണ്ടായിട്ടുണ്ടായിരിക്കും അല്ലേ? പക്ഷെ ചില ചാർട്ടുകൾ നമുക്ക് എല്ലാ ദിവസവും ഡെയിലി ലൈഫിൽ തന്നെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ പെട്രോളിന്റെ വില, അതല്ലെങ്കിൽ കഴിഞ്ഞ ഒരു വർഷത്തെ ചിക്കൻ 1 കിലോയ്ക്കുള്ള വില, അത് നമ്മളൊരു ചാർട്ടിൽ അല്ലെങ്കിൽ ഒരു ഗ്രാഫിൽ വരച്ചു കഴിഞ്ഞാൽ ഇതിന്റെ വില എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും അല്ലേ? അപ്പോൾ എന്നെയും നിങ്ങളെ പോലുള്ള സാധാരണ ആളുകളുടെ ഫിനാൻസും ലൈഫും ബെറ്റർ ആകുന്ന തരത്തിലുള്ള വീഡിയോസ് ആണ് ഞാൻ ഇവിടെ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ചാനൽ വന്ന് നിങ്ങളുടെ സമയം ഒരിക്കലും വേസ്റ്റ് ആയി പോകില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. ലക്ഷക്കണക്കിന് വീഡിയോസിനിടയിൽ എന്നെ ഇനി നിങ്ങൾക്ക് മിസ്സായി പോകാതിരിക്കാനായിട്ട് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ ചാനലിലോട്ട് ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ വെൽക്കം ഹോം. ഞാൻ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസർ അല്ല. എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞു തരാൻ ശ്രമിക്കുന്ന ഒരാൾ മാത്രമാണ് ഞാൻ. ട്രേഡിംഗ് വളരെ റിസ്ക്കിയാണ്, ഇൻവെസ്റ്റിങ്ങും അതേപോലെ തന്നെ റിസ്ക്കിയാണ്. അപ്പോൾ ട്രേഡിങ്ങും ഇൻവെസ്റ്റിങ്ങും ഒക്കെ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് റിസർച്ചും വേണം, പഠനവും അത്യാവശ്യമാണ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ചിക്കൻ്റെ എക്സാമ്പിൾ തന്നെ നമ്മളൊന്ന് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കാണുന്ന പോലത്തെ ഈ ഒരു ഗ്രാഫ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ്റെ പ്രൈസ് നമുക്ക് പ്ലോട്ട് ചെയ്യാം. കണ്ടില്ലേ? ഇവിടെ പ്രൈസ്, ഇവിടെ ഡേറ്റ്. ഇപ്പോൾ ഓരോ ദിവസത്തെയും പ്രൈസ് നമ്മളിവിടെ ഒരു ഡോട്ടിലോ ക്രോസിലോ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ചിക്കൻ്റെ പ്രൈസ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നമുക്ക് അങ്ങോട്ട് വാച്ച് ചെയ്യാൻ സാധിക്കും. നമ്മൾ കൃത്യമായിട്ട് ഇത് ഡോട്ടായിട്ടോ ക്രോസ് ആയിട്ടോ ഓരോ ദിവസത്തെയും പ്രൈസ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ പ്രൈസ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് എന്ന് ഏകദേശം മനസ്സിലാവും. പക്ഷേ ചിക്കൻ്റെ പ്രൈസ് ഒരു ദിവസം ഒരു പ്രൈസ് ആയിരിക്കും. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിലെ ഒരു കമ്പനിയുടെ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഓരോ സെക്കൻഡിലും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്ര സിമ്പിളായിട്ടൊരു ചാർട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫിനാൻഷ്യൽ മാർക്കറ്റ്സിൻ്റെ കാര്യങ്ങൾ വായിച്ചെടുക്കാൻ പറ്റില്ല. കുറച്ചും കൂടെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഗ്രാഫ്സ് അല്ലെങ്കിൽ ചാർട്ട് നമുക്ക് ആവശ്യമാണ്. അത് മാത്രമല്ല, നമ്മളിവിടെ കാണുന്ന പോലെ നമ്മൾ ഇതുപോലെ വരച്ചു വയ്ക്കുന്ന പോയിന്റ്സ് നമ്മുടെ ഡേറ്റ നഷ്ടപ്പെടുത്തും. അപ്പോൾ അങ്ങനെ നമുക്ക് ഡേറ്റ കളയാൻ പറ്റില്ല സ്റ്റോക്ക് മാർക്കറ്റിൽ. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ വരച്ച പോലെ ഈ ഒരു ഡോട്ടും ക്രോസും അല്ല നമ്മളിനി വരയ്ക്കാൻ പോകുന്നത്. നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ റെക്ടാങ്കിൾ ആണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഏതെങ്കിലും ഒരു കമ്പനി എടുക്കുന്നതിന് പകരം നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ABC എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ സ്റ്റോക്ക്, അതിൻ്റെ ഇന്നത്തെ കോസ്റ്റ്, ഇന്നത്തെ ഓപ്പണിംഗ് പ്രൈസും ക്ലോസിംഗ് പ്രൈസും ഞാൻ ദേ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഓപ്പണിംഗ് പ്രൈസും ക്ലോസിംഗ് പ്രൈസും. ഇപ്പം ഓപ്പണിംഗ് പ്രൈസ് 50 ആണ്, ക്ലോസിംഗ് പ്രൈസ് 70 ആണ്. അത് നമ്മൾ പ്ലോട്ട് ചെയ്താൽ ഇതേപോലെ ആയിരിക്കും ഇരിക്കുന്നത്. ഈ റെക്ടാങ്കിൾ നമ്മൾ വരയ്ക്കുന്നു, അതിനുശേഷം ഓപ്പണിംഗ് പ്രൈസ് 50, ക്ലോസിംഗ് പ്രൈസ് 70. ഈ റെക്ടാങ്കിളിൻ്റെ 2 എഡ്ജുമാണ് ഈ പ്രൈസസിനെ കാണിച്ചു തരുന്നത്. ഓപ്പണിംഗ് പ്രൈസ് എപ്പോഴും താഴെയും ക്ലോസിംഗ് പ്രൈസ് എപ്പോഴും മുകളിലും ആയിരിക്കണമെന്നില്ല. ഇതിന്റെ പ്രൈസ് തുടങ്ങിയിട്ട് 70-ൽ നിന്ന് താഴെ 50-ലായിട്ടാണ് വരുന്നതെങ്കിൽ നേരെ തിരികെയായിരിക്കും. നമുക്ക് അതൊക്കെ മുന്നോട്ട് നോക്കാം. അപ്പോൾ ABC കമ്പനിയുടെ ഓപ്പണിംഗ് പ്രൈസും ക്ലോസിംഗ് പ്രൈസും നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ആയിരിക്കും എല്ലാ ദിവസവും ഉള്ള റെക്ടാങ്കിൾ നമ്മളിങ്ങനെ വരച്ച് പോകുന്ന സമയത്ത് ഓരോ ക്യാൻഡിലും റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു ദിവസത്തെ ഓപ്പണിങ്ങും ക്ലോസിംഗ് പ്രൈസും ആണ് എന്ന് നമ്മൾ കരുതിയാൽ നമ്മൾ ഇതേപോലെ ആയിരിക്കും വരയ്ക്കുന്നത്. ഇപ്പോൾ നമുക്കിവിടെ കാണാം, ഇത് 50, 70, 60, 70, 60, 80 ഇങ്ങനെ നമ്മൾ ഓരോ ക്യാൻഡിലായിട്ട് വരച്ച് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മളിതൊന്ന് സൂം ഇൻ ചെയ്തിട്ട് നമ്മളൊന്ന് നോക്കുകയാണ്. നമ്മൾ കുറേ ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരികെ വന്നിട്ട് ഈ ഒരു ദിവസം മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഓൾറൈറ്റ്. അപ്പോൾ ബാക്കിയെല്ലാം നമ്മൾ റിമൂവ് ചെയ്ത് കളയുവാണ്. ബാക്കിയെല്ലാം റിമൂവ് ചെയ്തിട്ട് ഈ ഒരു ദിവസം മാത്രം നമ്മൾ കൺസിഡർ ചെയ്ത് നോക്കുകയാണ്. കൺസിഡർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് വരുന്ന ഒരു കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് 80-യും 60-യും കാണാം. പക്ഷേ ഇതിലേതാണ് ഓപ്പണിംഗ് പ്രൈസ്, ഏതാണ് ക്ലോസിംഗ് പ്രൈസ് എന്ന് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. ആ ഒരു ഡാറ്റ നമ്മൾ ഈ കാണുന്ന ഈ ക്യാൻഡിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. കാരണം നമുക്കറിയില്ല 60 ആണോ 80 ആണോ ഓപ്പണിംഗ് പ്രൈസ് ക്ലോസിംഗ് പ്രൈസ് എന്ന്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്കത് ഐഡൻറ്റിഫൈ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ 2 റെക്ടാങ്കിൾ ഞാൻ വരച്ചിട്ടുണ്ട്. ഇത് സെയിം ലെങ്ത് ആണ് രണ്ടിനും ഉള്ളത്. അപ്പോൾ ഇത് ഓപ്പണിംഗ് 50, ക്ലോസിംഗ് 70. സെയിം റെക്ടാങ്കിൾ ഇവിടെ ഇരിക്കുന്നു, പക്ഷേ ഓപ്പണിംഗ് 70, ക്ലോസിംഗ് 50. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ തിരിച്ചറിയാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? നമ്മൾ സിമ്പിളായിട്ട് മേളിൽ വന്ന് ക്ലോസ് ചെയ്യുന്നതിനെ നമ്മൾ ഗ്രീൻ കളറും, ലോസിൽ വന്ന് അതല്ലെങ്കിൽ ഓപ്പണിംഗ് പ്രൈസിന്റെ താഴെ വന്ന് ക്ലോസ് ചെയ്യുന്നതിന് നമ്മൾ റെഡ് കളറും കൊടുക്കും. അതായത് നമ്മൾ ഈ ഒരു എക്സാമ്പിളിൽ നോക്കിക്കഴിഞ്ഞാൽ 50-ലാണ് ഓപ്പൺ ചെയ്തത്, അതിനുശേഷം പ്രൈസ് മുകളിലോട്ട് വന്ന് 70-ലാണ് ക്ലോസ് ചെയ്തത്. അത് ഓപ്പണിംഗ് പ്രൈസിനേക്കാൾ മുകളിലാണ് ക്ലോസിംഗ് പ്രൈസ്, അതുകൊണ്ട് നമ്മൾ അതിന് ഗ്രീൻ കളർ കൊടുക്കും. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ
70 ആയിരുന്നു ഓപ്പണിംഗ് പ്രൈസ്. ഓപ്പണിംഗ് പ്രൈസിൻ്റെ താഴെ 50-ലാണ് വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൽ താഴെ ആയതുകൊണ്ട് നമ്മൾ അതിന് റെഡ് കളറാണ് കൊടുക്കുന്നത്. ഇനി നമ്മളൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇതാണ് എക്സാമ്പിൾ. അപ്പോൾ ഈ ഒരു ക്യാൻഡിലിന് ഞാൻ റെഡ് കളറാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ 150 ആണ്, ഇവിടെ 100 ആണ്. ഇതിൽ 150 ആണോ 100 ആണോ, ഇതിൽ ഏതാണ് ഓപ്പണിംഗ് പ്രൈസ്, ഏതാണ് ക്ലോസിംഗ് പ്രൈസ്, നിങ്ങൾ തന്നെ പറയും. ഞാനൊരു 5 സെക്കൻഡ് സമയം തരാം. ഓൾറൈറ്റ്, അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം ഇത് തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 150 ആണ് ഓപ്പണിംഗ് പ്രൈസ്, 100 ആണ് ക്ലോസിംഗ് പ്രൈസ്. കാരണം എന്താണ്, ഇത് റെഡ് കളർ ആയതുകൊണ്ട് തന്നെ മേളിൽ നിന്നും താഴോട്ടാണ് വന്ന് ക്ലോസ് ചെയ്തത്. അതായത് ഓപ്പണിംഗ് പ്രൈസിനേക്കാളും കുറവായിരിക്കണം ക്ലോസിംഗ് പ്രൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 150-ൽ ഓപ്പൺ ചെയ്ത് 100-ലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓൾറൈറ്റ്, അപ്പോൾ ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട്. നമ്മൾ നമ്മുടെ ഈ ABC കമ്പനി തന്നെ വീണ്ടും കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് രാവിലെ 9:15-ന്, 3 മണിയാകുമ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തു. മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ നമ്മുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്തിരുന്നത് 50-ലാണ്. അതിനുശേഷം കുറേ ഫ്ലക്ച്വേഷൻസ് ഒക്കെ നടന്നതിന് ശേഷം മാർക്കറ്റ് ക്ലോസ് ചെയ്ത സമയത്ത് പ്രൈസ് എൻഡ് ചെയ്തത് 40-ലാണ്. ഓൾറൈറ്റ്, അവിടെ വരെ മനസ്സിലായി. അതിനുശേഷം നമ്മൾ ഈ ഗ്രാഫ് കുറച്ചുകൂടെ ഒന്ന് ക്ലോസ് ആയിട്ട് എടുത്ത് നോക്കുമ്പോൾ ഈ ഗ്രാഫും ക്യാൻഡിൽ സ്റ്റിക്കുമായിട്ട് ഒരു ബന്ധമില്ല. ഞാൻ ജസ്റ്റ് ഫ്ലക്ച്വേഷൻ കാണിക്കാനായിട്ട് വെറുതെ സിംപിളി വരച്ചു എന്ന് മാത്രമേ ഉള്ളൂ, ആ ഒരു ഹോൾ ദിവസത്തെ മൂവ്മെന്റ് കാണാനായിട്ട്. അപ്പോൾ നമ്മളൊന്ന് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഈ സ്റ്റോക്കിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്തത് 50-ലാണ്, ക്ലോസ് ചെയ്തത് 40-ലാണ്. നമ്മളത് ഓൾറെഡി കണ്ടു. പക്ഷേ ആ ഒരു ഹോൾ ഡേയിൽ ഈ സ്റ്റോക്കിന്റെ മൂവ്മെന്റിന്റെ സമയത്ത് ഇത് ഇടയ്ക്കൊന്ന് 70 വരെ പോയായിരുന്നു. അതിനുശേഷം താഴെ ഇടയ്ക്കൊന്ന് 30 വരെ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇത് മുകളിലോട്ടൊക്കെ വന്ന് കുറച്ച് കറങ്ങുകയും തിരികെയും ഒക്കെ ചെയ്തതിന് ശേഷമാണ് 40-ൽ വന്ന് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് വരച്ച ക്യാൻഡിൽ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ, അതായത് ഈ 50-40 എന്ന് പറയുന്ന ക്യാൻഡിൽ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ആ ദിവസം ആ സ്റ്റോക്കിന്റെ പ്രൈസ് 70 വരെ പോയിട്ടുണ്ടായിരുന്നു, അതേസമയം 30 വരെ താഴോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഈ 2 ഡാറ്റയും ലോസ്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ ആ 2 ഡാറ്റയും കൂടെ നമുക്ക് ഈ ക്യാൻഡിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ ചെയ്യുന്നതാണ് ഇത്. നമ്മളിങ്ങനെ ഒരു വിക്കും കൂടെ വരച്ച് വയ്ക്കും. വിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാൻഡിലിൻ്റെ തിരിക്കാണ് വിക്ക് എന്ന് പറയുന്നത്. ഈ ഒരു ഹോൾ സംഭവത്തിനെ നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്ക് എന്നാണ് വിളിക്കുകയും ചെയ്യുന്നത്. നമ്മുടെ ക്യാൻഡിൽ പോലെ ഇരിക്കുന്നു, അതിനൊരു ചെറിയ വിക്ക് ഉള്ളതുകൊണ്ട്. ക്യാൻഡിലിന് ആക്ച്വലി മുകളിലാണ് വിക്ക്, ഇത് മുകളിലും താഴെയുണ്ട്. അതൊന്നും നമ്മൾ പറയും ചെയ്യേണ്ട, ഇതിനെ ക്യാൻഡിൽ സ്റ്റിക്ക് എന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ നമുക്കിവിടെ വളരെ ക്ലിയർ ആയിട്ട് കാണാം, ഹൈ എവിടെയാണ്, 70-ൽ എത്തിയിട്ടുണ്ടായിരുന്നു, ലോ 30-ൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ നമുക്ക് ഇതിൽ കൃത്യമായിട്ട് കാണിക്കാൻ സാധിക്കും. 50-ൽ ഓപ്പൺ ചെയ്തു, അതിനിടയിൽ പല സ്ഥലത്തും കറങ്ങി ഹൈയിൽ 70 വരെ എത്തി, ലോയിൽ 30 വരെ എത്തി, അത് കഴിഞ്ഞ് ക്ലോസ് ചെയ്യാൻ നേരമായപ്പോൾ 40-ൽ എത്തി. അതാണ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്കിൽ നിന്നും മനസ്സിലാവും. അപ്പം പെട്ടെന്ന് നമുക്ക് അറിഞ്ഞിരിക്കാനായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളോടൊന്ന് പറയാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ ക്യാൻഡിലിൻ്റെ ഷേപ്പ് ഇപ്പോൾ കണ്ടു, ഓപ്പണിങ്ങും ക്ലോസിങ്ങും ലോയും ഹൈയും ഒക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഇതിനെയാണ് അപ്പർ ഷാഡോ അതല്ലെങ്കിൽ അപ്പർ വിക്ക് എന്ന് പറയുന്നത്. ഇതിനെയാണ് ലോവർ ഷാഡോ അല്ലെങ്കിൽ ലോവർ വിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ക്യാൻഡിലിൻ്റെ റിയൽ ബോഡി. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ പാർട്സ്. നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മളൊരു റിയൽ ചാർട്ട് എടുത്ത് നോക്കുന്ന സമയത്ത് ഈ ക്യാൻഡിൽ സ്റ്റിക്സ് എല്ലാം ഇതേപോലെ ആയിരിക്കും ഇരിക്കുന്നത്, നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ. ഞാൻ ഇത്രയും നേരം സംസാരിച്ചതുപോലെ തന്നെ ഇതിൽ ഒരു ക്യാൻഡിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു ദിവസത്തെയാണ്. അതായത് ഒരു ദിവസം എത്രയിൽ തുടങ്ങി എത്രയിൽ എൻഡ് ചെയ്യുന്നു, അതിൻ്റെ ഇടയ്ക്ക് എത്രത്തോളം ഹൈ പോയി എത്രത്തോളം ലോ പോയി എന്നൊക്കെ കാണിക്കുന്ന ഒരു ക്യാൻഡിൽ. പക്ഷേ നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഈ ക്യാൻഡിൽ ഒരു ദിവസത്തെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. കാരണം ഓരോ സെക്കൻഡും ഓരോ മിനിറ്റും ഇതിൻ്റെ പ്രൈസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് മേളിൽ കാണുന്ന ഈ ഓപ്ഷൻസിൽ ഏത് വേണേൽ ചൂസ് ചെയ്യാം. 10 സെക്കൻഡ് ചൂസ് ചെയ്യാം, 1 മിനിറ്റ് ചൂസ് ചെയ്യാം, 5 മിനിറ്റ് ചൂസ് ചെയ്യാം, 3 മിനിറ്റ് ചൂസ് ചെയ്യാം, 1 ഡേ ചൂസ് ചെയ്യാം, 1 മണിക്കൂർ ചൂസ് ചെയ്യാം. ഇങ്ങനെ പലതും നമുക്ക് ചൂസ് ചെയ്യാം. ഇപ്പോൾ ഡെയിലി ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് മേ ബി 1 മിനിറ്റും 5 മിനിറ്റും ഒക്കെ ആയിരിക്കും കൂടുതൽ റിലവൻ്റ് ആവുന്നത്. പക്ഷേ സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് മേ ബി 60 മിനിറ്റോ 1 ഡേ ഒക്കെ ആയിരിക്കും കൂടുതൽ റിലവൻ്റ് ആവുന്നത്. പക്ഷേ ബാക്കി എല്ലാം സെയിം ആണ്. ഇപ്പോൾ 5 മിനിറ്റ് ക്യാൻഡിലാണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ ആ 5 മിനിറ്റിലെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഹൈയും ലോയും. ഞാൻ 60 മിനിറ്റ് ആണ് അതല്ലെങ്കിൽ 1 hour ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ആ 1 hourലെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഹൈയും ലോയും. അപ്പോൾ ഞാൻ ഓൾറെഡി പറയാം, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അതല്ലെങ്കിൽ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് മൂവ് ചെയ്യുന്നതിൻ്റെ ലാംഗ്വേജ് ആണ് എന്ന്. അപ്പോൾ ഈ ക്യാൻഡിലൊക്കെ നമ്മളിങ്ങനെ ചുമ്മാതെ വരച്ചു വയ്ക്കുമെന്നല്ല, ഈ ക്യാൻഡിലും ഒരു കൂട്ടം ക്യാൻഡിലുകൾക്കും നമുക്ക് ഒരുപാട് കഥകളും ഒരുപാട് സ്റ്റോറീസും പറഞ്ഞു തരാനുണ്ട്. മേജറായിട്ടും ആളുകളുടെ ബിഹേവിയറും സൈക്കോളജിയും ഒക്കെ നമുക്ക് ഈ ക്യാൻഡിൽ കൂടെ മനസ്സിലാവും. ഇത് നമുക്കൊരു സ്റ്റോറി പോലെ പറഞ്ഞും തരും. നമുക്ക് 1-2 എക്സാമ്പിൾസ് ഒരുമിച്ച് ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ ഞാൻ എക്സാമ്പിളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലെ പ്രൈസ് മുകളിലോട്ടും താഴോട്ടൊക്കെ മൂവ് ചെയ്യുന്നത്? ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് വെച്ചാൽ അവിടെ ബയേഴ്സും ഉണ്ട് സെല്ലേഴ്സും ഉണ്ട്. വിൽക്കാനും വാങ്ങാനും വരുന്ന ആളുകളാണല്ലോ മാർക്കറ്റിൽ വരുന്നത്. അതേപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഓരോ സ്റ്റോക്കും വിൽക്കാനും വാങ്ങാനും വരുന്ന ആളുകളുണ്ട്, ബയേഴ്സും ഉണ്ട് സെല്ലേഴ്സും ഉണ്ട്. ഇവിടെ സ്റ്റോക്സ് ആണ് വാങ്ങിക്കാൻ വരുന്നത് എന്ന് മാത്രം. എൻ്റെ കയ്യിൽ ഒരു കമ്പനിയുടെ സ്റ്റോക്ക് ഉണ്ട്, അത് 100 രൂപയ്ക്ക് വിൽക്കാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്യുവാണ്. ഞാൻ നോക്കുന്ന സമയത്ത് ഒരാൾ പോലും ഈ കമ്പനിയുടെ സ്റ്റോക്ക് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാനില്ല.
അപ്പോൾ 100 എന്ന് പറയുന്നത് മേ ബി ഞാൻ 80 ആക്കും. എന്നിട്ടും ആരും വാങ്ങാൻ വന്നില്ലെങ്കിൽ ചിലപ്പോൾ ഞാനത് 70 ആക്കും. അപ്പോൾ ഒരാൾ വാങ്ങാൻ വന്നാൽ ചിലപ്പോൾ അവർക്ക് ഞാൻ 70 രൂപയ്ക്കായിരിക്കും അത് വിൽക്കുന്നത്. ഇനി ഒരാളല്ല 100 പേര് എൻ്റെ കയ്യിലുള്ള ആ ഒരു സ്റ്റോക്ക് വാങ്ങാൻ വന്നിട്ടുണ്ടെങ്കിൽ മേ ബി ഞാൻ 70-നായിരിക്കില്ല വിൽക്കുന്നത്. മേ ബി ഞാൻ 80 ആക്കും, 100 ആക്കും, 110 ആക്കും, 120 ആക്കും, മുകളിലോട്ടായിരിക്കും പോകുന്നത്. കാരണം അവിടെ എൻ്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ വിൽക്കാനുള്ള സ്റ്റോക്ക്, വാങ്ങിക്കാൻ ഒരുപാട് ആളുകളുണ്ട്. സപ്ലൈ വളരെ കുറവാണ്, ഡിമാൻഡ് അവിടെ ഒരുപാട് കൂടുതലുമാണ്. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവിടെ ഞാൻ മാത്രമായിരിക്കില്ല, ഒരുപാട് ആളുകൾ വാങ്ങാനും ഒരുപാട് ആളുകൾ വിൽക്കാനും കാണും. അപ്പോൾ ഓരോ കമ്പനിയുടെ സ്റ്റോക്കും അതിന്റെ ഡിമാൻഡും അതിന്റെ സപ്ലൈയും അനുസരിച്ചിരിക്കും അതിന്റെ പ്രൈസ് മുകളിലോട്ടും താഴോട്ടും ഒക്കെ പോകുന്നത്. ഡിമാൻഡ് സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര ആളുകൾ ഇത് സെല്ല് ചെയ്യാൻ വില്ലിംഗ് ആണ്, എത്ര ആളുകൾ സെല്ല് ചെയ്യാൻ പോകുന്നു, അതല്ലെങ്കിൽ എത്ര ആളുകൾ വാങ്ങിക്കാൻ വില്ലിംഗ് ആണ്. ഇങ്ങനെ ഒരുപാട് ഡിമാൻഡും സപ്ലൈയും ബന്ധപ്പെട്ട ഫാക്ടേഴ്സ് ആണ് ഒരു സ്റ്റോക്ക് മാർക്കറ്റിലെ ഒരു കമ്പനിയുടെ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇത് പറയുന്ന സമയത്ത് നമുക്കൊക്കെ അറിഞ്ഞിരിക്കാനായിട്ട് ഒരു ഫാക്റ്റും കൂടെ ഞാൻ പറയാം. പലപ്പോഴും നമ്മൾ സ്റ്റോക്സ് വാങ്ങിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കും നമ്മൾ നല്ല ലിക്വിഡിറ്റി ഉള്ള കമ്പനി നോക്കി വാങ്ങണം എന്ന്. അതിപ്പോൾ ട്രേഡിംഗ് ആണെങ്കിലും ഇൻവെസ്റ്റിംഗ് ആണെങ്കിലും ലിക്വിഡിറ്റി ഉണ്ടാവുക, അതല്ലെങ്കിൽ ഒരു സ്റ്റോക്കിന്, ഒരു കമ്പനിയുടെ സ്റ്റോക്കിന് ലിക്വിഡിറ്റി ഉണ്ടാവുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ എന്താണ് ലിക്വിഡിറ്റി? ഇഷ്ടം പോലെ സെല്ലേഴ്സും ഇഷ്ടം പോലെ ബയേഴ്സും ഒരു കമ്പനിയുടെ സ്റ്റോക്കിനുള്ളപ്പോഴാണ് നമുക്കതിനെ ലിക്വിഡിറ്റി എന്ന് പറയാൻ സാധിക്കുന്നത്. അതായത് എൻ്റെ കയ്യിലുള്ള ആ കമ്പനിയുടെ സ്റ്റോക്ക് എനിക്ക് എപ്പോൾ വിൽക്കണം എന്ന് തോന്നിയാൽ വിൽക്കാനും സാധിക്കണം, എപ്പോഴൊക്കെ എനിക്ക് വാങ്ങണം എന്ന് തോന്നിയാൽ അതവിടെ വിൽക്കാനും ആളുകൾ ഉണ്ടായിരിക്കണം. കാരണം അവരുടെ കയ്യിൽ നിന്നാണ് ഞാൻ ആ സ്റ്റോക്ക് വാങ്ങിക്കുന്നത്. ഒരു കമ്പനിക്ക് നല്ലപോലെ ലിക്വിഡിറ്റി ഉണ്ട് എന്ന് പറയാൻ കുറച്ചും കൂടെ ക്രൈറ്റീരിയാസ് ഒക്കെ ഉണ്ട്. അതായത് ബൈ ചെയ്യുന്നതും സെല്ല് ചെയ്യുന്നതുമായിട്ടുള്ള പ്രൈസിന്റെ ഗ്യാപ്പ് വളരെ കുറവായിരിക്കണം. അങ്ങനെ കുറച്ച് ക്രൈറ്റീരിയാസ് ഒക്കെ ഉണ്ട്. പക്ഷേ പോട്ടെ, നമുക്ക് അതിലേക്കൊന്നും കടക്കുന്നില്ല. ഞാൻ ഇത്രയും പറഞ്ഞു വന്നപ്പോൾ ഈ ലിക്വിഡിറ്റിയുടെ ഒരു ഫാക്റ്റും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. എനിവേ, നമ്മുടെ നോർമൽ ഡിമാൻഡും സപ്ലൈയും പോലെ തന്നെയാണ് ഏകദേശം ഇവിടെ കാര്യങ്ങളും വർക്ക് ചെയ്യുന്നത്. ഇനി ഒരേ ഒരു കാര്യം കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്യാൻഡിൽ നോക്കുന്നതിലേക്ക് കടക്കാം. നമ്മുടെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ മുന്നിലും അതേപോലെ തന്നെ US-ലുള്ള വാൾ സ്ട്രീറ്റിലും ഒക്കെ നമുക്ക് ഇതേപോലുള്ള ബുള്ളിന്റെ ഒരു സ്കൾപ്ചർ കാണാൻ സാധിക്കും. അതെന്തിനാണ് അവിടെ വെച്ചിരിക്കുന്നത്, അതല്ലെങ്കിൽ അത് എന്തിനാണ് സിംബിളൈസ് ചെയ്യുന്നത്, നമുക്ക് അതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണം. ഈ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകളും ബുൾസ് ബേഴ്സ് എന്ന് പറഞ്ഞ 2 കോൺസെപ്റ്റ് കേട്ടിട്ടുണ്ടായിരിക്കും. ബുൾ എന്ന് വെച്ചാൽ കാള എന്നാണ് അല്ലേ? പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ടേംസിൽ നമ്മൾ ബുൾസ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് മുകളിലോട്ട് പോകും എന്ന് ബിലീവ് ചെയ്യുന്ന ആളുകളെയാണ് ബുൾസ് എന്ന് പറയുന്നത്. അതേസമയം തന്നെ ബേഴ്സ് എന്ന് വെച്ചാൽ ആ സ്റ്റോക്കിന്റെ പ്രൈസ് താഴോട്ട് പോകും എന്ന് വിശ്വസിക്കുന്ന ആളുകളെയാണ് നമ്മൾ ബെയേഴ്സ് എന്ന് വിളിക്കുന്നത്. ബെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കരടി എന്നാണ് അർത്ഥം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സ്ട്രീറ്റുകളിലും നമ്മുടെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ മുന്നിലും ഒക്കെ ഈ ഒരു ബുള്ളിന്റെ സ്കൾപ്ചർ വെച്ചിരിക്കുന്നതിന്റെ അർത്ഥം, അതല്ലെങ്കിൽ അത് സിംബിളൈസ് ചെയ്യുന്നത് ആ ഹോൾ ഇക്കോണമിയുടെ ബുള്ളിഷ് ഫോഴ്സിനെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതല്ലെങ്കിൽ അതൊന്ന് സിംബിളൈസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ആരും അവരുടെ സ്റ്റോക്ക് മാർക്കറ്റും അവരുടെ ഇക്കോണമി ഒന്നും താഴോട്ടായിരിക്കും പോകും എന്ന് സിംബിളൈസ് ചെയ്യുന്ന ഒന്നും വെക്കണമെന്ന് ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർ ബുള്ളിനെ തന്നെ അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ജസ്റ്റ് സ്റ്റോറി ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അവിടുത്തെ കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് ബുൾസും ബേഴ്സും ഇത് രണ്ടും തമ്മിൽ ഉള്ള വ്യത്യാസം നമുക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കിനി ക്യാൻഡിൽ നോക്കുന്നതിലേക്ക് കടക്കാം. അപ്പോൾ വളരെ റാൻഡം ആയിട്ട് 2 എക്സാമ്പിൾസ് എടുത്ത് ഞാൻ ക്യാൻഡിൽ സ്റ്റിക്സിനെ ഒന്ന് കാണിക്കാം. നമുക്ക് ഈ ക്യാൻഡിൽ ഒന്ന് കൺസിഡർ ചെയ്യാം. ഇതിന് വളരെ സ്മോൾ ബോഡിയാണ്, വളരെ നീണ്ട വിക്കും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ചത് വെച്ച് എന്താണ് ഈ ക്യാൻഡിൽ നമുക്ക് പറഞ്ഞു തരുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിന്റെ പ്രൈസ് ഓപ്പൺ ചെയ്തത് ഇവിടെയാണ്. അതിനുശേഷം അത് പല ലെവലിലേക്ക് പോയി, അതിനുശേഷം ഏറ്റവും ഹൈയിൽ വന്നിരിക്കുന്നത് ഇവിടെയാണ്. അതിനുശേഷം ഇവിടെ വന്ന് അത് ക്ലോസ് ചെയ്തു. അതുകൊണ്ടാണ് അതിന് ഗ്രീൻ കളർ വന്നിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി ഇതിന്റെ സൈക്കോളജിയിലേക്ക് നമുക്ക് കിടക്കാം. ഈ പ്രൈസ് എന്ന് പറയുന്നത് 40 ആയിട്ട് നമുക്ക് എടുക്കാം. 40ൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ബുൾസ് വന്നിട്ട്, ബുൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സ്റ്റോക്കിന്റെ പ്രൈസ് മുകളിലോട്ട് പോകും എന്ന് വിശ്വസിക്കുന്ന ആളുകൾ, അവർ വന്നിട്ട് ഇതിന്റെ പ്രൈസ് പുഷ് ചെയ്ത് 120 വരെ എത്തിച്ചു. അതിനുശേഷം ബെയേഴ്സ് വന്നിട്ട് അതിന്റെ പ്രൈസ് തിരികെ താഴോട്ട് കൊണ്ടുവന്ന് 60ൽ വന്ന് ക്ലോസ് ചെയ്തു. ഇത്രയാണ് നമ്മൾ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ കണ്ടത് ഇതൊരു ഗ്രീൻ ക്യാൻഡിലാണ്. ഇതിനെ ഒരു റെഡ് ക്യാൻഡിൽ ആയിരുന്നെങ്കിലോ? റെഡ് ക്യാൻഡിൽ ആണെങ്കിൽ എങ്ങനെ വരും? അത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബുൾസ് പുഷ് ചെയ്ത് ഇവിടെ വരെ കൊണ്ടുവന്ന് ബെയേഴ്സ് പിന്നെ അതിനെ താഴോട്ട് കൊണ്ടുവന്ന് ഓപ്പൺ ചെയ്തതിനേക്കാളും താഴെയുള്ള പ്രൈസിലായിരിക്കും അത് ക്ലോസ് ചെയ്യാൻ പോകുന്നത്. ഈ തരത്തിൽ വരുന്ന ഈ ക്യാൻഡിൽ സ്റ്റിക്കിനെ നമ്മൾ ഷൂട്ടിംഗ് സ്റ്റാർ എന്നാണ് വിളിക്കുന്നത്. കാരണം അതിന് ചെറിയൊരു ഷൂട്ടിംഗ് സ്റ്റാറിന്റെ ഒരു രൂപം ഉള്ളതുകൊണ്ട് തന്നെ, ചെറിയൊരു ബോഡിയും വളരെ നീണ്ട വാലും ഉള്ളതുകൊണ്ട് ഇതിനെ നമുക്ക് ഷൂട്ടിംഗ് സ്റ്റാർ എന്ന് വിളിക്കാം. അപ്പോൾ നമ്മൾ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്ത് നമുക്ക് മനസ്സിലായി എന്താണ് ഇവിടെ നടന്നതെന്നുള്ളത്. പക്ഷേ ഈ ഒരു ക്യാൻഡിൽ നമുക്ക് പറഞ്ഞു തരുന്ന സ്റ്റോറി എന്താണ്? ഈ സ്റ്റോക്ക് വിൽക്കാൻ ഒരുപാട് ആളുകളുണ്ട്, അത്യാവശ്യം ബയേഴ്സ് ഉണ്ട് എങ്കിലും അവർ കുറേയൊക്കെ ഇത് ബൈ ചെയ്ത് കൂട്ടാനും ഇതിന്റെ പ്രൈസ് മുകളിലോട്ട് പോകാനും ശ്രമിച്ചു എങ്കിൽ പോലും അവരുടെ ശക്തിയെക്കാളും ശക്തിയുള്ള സെല്ലേഴ്സ്, അതല്ലെങ്കിൽ ബേയേഴ്സ് അതിന്റെ പ്രൈസ് താഴോട്ട് ഇടിച്ച് താത്ത് കൊണ്ടുവന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അവിടെ ബുൾസിനേക്കാളും കൂടുതൽ സ്ട്രോങ്ങർ ആയിട്ടുള്ള ബേയേഴ്സ് ഇപ്പൊ മാർക്കറ്റിലുണ്ട് എന്നും ഇനിയും ഇതിന്റെ പ്രൈസ് താഴോട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട് എന്നും നമുക്ക് അസ്യൂം ചെയ്യാം. പക്ഷെ ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഈ ഒരൊറ്റ
ഒരൊറ്റ ഒരു ക്യാൻഡിൽ എടുത്തു വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് തീർച്ചയായിട്ടും ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് താഴോട്ട് പോകുമെന്നൊന്നും പറയാൻ സാധിക്കില്ല. അതൊക്കെ നമുക്ക് മുന്നോട്ട് നോക്കാം. പക്ഷേ ഈ ഒരു ചാർട്ട് എടുത്ത് നോക്കുമ്പോൾ അതിനെ നമ്മളൊന്ന് സൈക്കോളജിക്കലി അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് മാത്രമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത്. ഇനി നമുക്ക് മറ്റൊരു ക്യാൻഡിൽ എടുത്തു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ഹാമർ എന്ന് വിളിക്കാം. കാരണം അതിന് ഒരു ഹാമറിന്റെ രൂപമാണ് ഉള്ളത്. ഇവിടെ ഓപ്പൺ ചെയ്ത് ഇത് പലതരത്തിലും മൂവ് ചെയ്ത് ഇവിടെ വരെ ലോ വന്ന് അതിനുശേഷം ഇവിടെ വന്നാണ് അത് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബേസ് ആദ്യം ഇതിനെ പുഷ് ചെയ്തതിന്റെ പ്രൈസ് താഴോട്ട് കൊണ്ടുവന്ന് ഇവിടെ വരെ എത്തിച്ചെങ്കിൽ പോലും പിന്നെ ബുൾസ്, അതായത് പ്രൈസ് മുകളിലോട്ട് പോകുമെന്ന് വിശ്വസിക്കുന്ന ആളുകൾ, ഈ സ്റ്റോക്കിൽ ബിലീവ് ചെയ്യുന്ന ആളുകൾ തിരികെ വന്ന് ഇതിന്റെ പ്രൈസ് മുകളിൽ കൊണ്ടുവന്നാണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ചാർട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന എന്താണ്, ഇപ്പം മാർക്കറ്റിൽ ബയേഴ്സ് ആണ് കൂടുതലും ഈ സ്റ്റോക്കിൽ ബിലീവ് ചെയ്യുന്ന ആളുകളാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രൈസ് മുകളിലോട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതാണ് പറയുന്നത്, ഈ ചാർട്ട്സ് നമുക്ക് മാർക്കറ്റിന്റെ സെന്റിമെന്റ് അതല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ്, അതിന്റെ മൂഡ് എന്താണ് എന്ന് നമുക്ക് പറഞ്ഞു തരും. ബുള്ളിഷ് സെന്റിമെന്റ്, ബെയറിഷ് സെന്റിമെന്റ് എന്നൊക്കെ പറയുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇനി വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഈ ലാംഗ്വേജ് വായിക്കാൻ പഠിക്കുവാണ് എന്ന്. ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ എല്ലാവരും കാണുന്ന ഈ പി എന്ന് പറയുന്ന വേർഡ്, ഞാനിപ്പോൾ പി എന്ന് പറയുന്ന വേർഡ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് എന്താണ് മനസ്സിലാവുന്നത്? എന്തെങ്കിലും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ടോ? പക്ഷേ ഞാൻ ഇതേ പി തന്നെ ഏതെങ്കിലും ഒരു റോഡിന്റെ സൈഡിൽ ഒരു സൈൻ ബോർഡിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും, അല്ലേ? അപ്പം നമുക്ക് മനസ്സിലായത് എന്താണ്, ആ റോഡിന്റെ സൈഡിൽ, ആ ബോർഡ് വെച്ചിരിക്കുന്നതിന്റെ സൈഡിൽ നമുക്ക് കാർ പാർക്ക് ചെയ്യാനുള്ള ഇൻഡിക്കേഷൻ കാണിക്കുന്ന ഒരു സൈൻ ബോർഡാണ് എന്ന് മനസ്സിലായി. പക്ഷെ അവിടെയും പി തന്നെയാണ് എഴുതിയിരുന്നത്. ഞാൻ നേരത്തെ കാണിച്ചപ്പോഴും വെറും പി തന്നെയാണ് എഴുതിയിരുന്നത്. പക്ഷെ അവിടെ നിന്ന് നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടി. അപ്പോൾ അതേപോലെ തന്നെയാണ് ഞാനിപ്പോൾ കാണിച്ച ക്യാൻഡിൽ. നമുക്ക് ഒരു ക്യാൻഡിൽ മാത്രം എടുത്തു വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ ഒരുപാട് തരത്തിലുള്ള ക്യാൻഡിൽസ് ഉണ്ട്. ഞാനിപ്പോൾ 2 എണ്ണം മാത്രമേ ഇവിടെ കാണിച്ചുള്ളൂ. അതേപോലെ ഇഷ്ടം പോലെ തരത്തിലുള്ള ക്യാൻഡിൽസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ക്യാൻഡിൽ അവിടെ കാണുന്ന സമയത്ത്, അതല്ലെങ്കിൽ ആ ചാർട്ടിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കാണുന്ന സമയത്ത് മുഴുവനായിട്ടുള്ള സാഹചര്യം കൂടെ മനസ്സിലാക്കി മാത്രമേ നമുക്ക് ഒരു തീരുമാനത്തിലെത്താൻ സാധിക്കും. നമുക്കതൊക്കെ ഒരു റിയൽ ചാർട്ട് നോക്കുന്ന സമയത്ത് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാർട്ടിൽ നമ്മൾ നേരത്തെ കണ്ട ഷൂട്ടിംഗ് സ്റ്റാറിന്റെ പാറ്റേൺ കാണാം. അതിനുശേഷം പ്രൈസ് ഷൂട്ടിംഗ് സ്റ്റാർ പാറ്റേണിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രൈസ് താഴോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സ്ഥലത്തും ഇതേ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ പ്രൈസ് താഴോട്ട് പോകുമോ? ഇല്ല. ഇവിടെ കണ്ടില്ലേ, ആ ഷൂട്ടിംഗ് സ്റ്റാർ പാറ്റേൺ കഴിഞ്ഞ ഉടനെ പ്രൈസ് മുകളിലോട്ടാണ് പോയത്, അതല്ലെങ്കിൽ അത് താഴോട്ട് പോയില്ല. അതിന്റെ കാരണം എന്താണ്? ആ ക്യാൻഡിലിൻ്റെ കൂടെ മറ്റുള്ള ക്യാൻഡിലും, അതായത് മറ്റുള്ള സാഹചര്യങ്ങളോട് നമ്മൾ ചേർത്ത് വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ പ്രൈസ് താഴോട്ടല്ല പോകുന്നത്, അതല്ലെങ്കിൽ ഇതിൻ്റെ പ്രൈസ് താഴോട്ട് പോകാനുള്ള ചാൻസസ് കുറവാണ് എന്ന്. ഇപ്പം നമ്മൾ കണ്ടതിൽ ഒരു എക്സാമ്പിൾ പറയുവാണെന്നുണ്ടെങ്കിൽ ഷൂട്ടിംഗ് സ്റ്റാർ പാറ്റേൺ കഴിഞ്ഞാൽ ഉടനെ ഒരു റെഡ് ക്യാൻഡിൽ വന്നെങ്കിൽ മാത്രമേ അതൊരു കൺഫർമേഷനായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കൂ എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡിൽ സ്റ്റിക്സ് നമുക്ക് റെലവൻ്റ് ആവുന്നത് എപ്പോഴാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് അത്യാവശ്യം മുകളിലേക്ക് പോയിട്ട് അവിടെ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡിൽ നമ്മൾ കണ്ടാൽ അവിടെ നിന്നും പ്രൈസ് റിവേഴ്സ് ചെയ്ത് വരാനുള്ള ചാൻസസ് ഉണ്ട് എന്നാണ് നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത്. അതായത് പ്രൈസ് ഒരുപാട് മുകളിലേക്ക് കയറി ഇനി അവിടെ വരെ പോയാൽ മതി, ഇനി നമുക്ക് താഴോട്ട് പോകാം എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേഷനാണ് ഈ ഷൂട്ടിംഗ് സ്റ്റാർ തരുന്നത്. അപ്പോൾ ഈ ഷൂട്ടിംഗ് സ്റ്റാർ എവിടെ വെച്ച് കണ്ടാലും അവിടെ തൊട്ട് പ്രൈസ് താഴോട്ട് പോകും എന്നല്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്ന സമയത്താണ് നമുക്ക് കൃത്യമായിട്ട് ഇനി അത് കഴിഞ്ഞ് നടക്കാൻ പോകുന്ന സംഭവം എന്താണ് എന്ന് വലിയ കുഴപ്പമില്ലാത്ത ഒരു പ്രോബബിലിറ്റിയിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് മുകളിലേക്ക് പോയി അവിടെ ചെന്ന് ഒരു ഷൂട്ടിംഗ് സ്റ്റാർ പാറ്റേണും വന്ന് അതിനുശേഷം ഒരു റെഡ് ക്യാൻഡിലും കൂടെ വന്നാൽ മാത്രമേ അതൊരു ഇൻഡിക്കേഷനായിട്ട്, ഒരു കൺഫേംഡ് ഇൻഡിക്കേഷനായിട്ട് എടുക്കാൻ സാധിക്കൂ എന്നും അതിനുശേഷം പ്രൈസ് താഴോട്ട് പോകും എന്നും നമുക്ക് പല സ്ഥലത്ത് നിന്ന് വായിക്കാനും പഠിക്കാനും സാധിക്കും. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഹാമർ ക്യാൻഡിൽ സ്റ്റിക്ക്, അത് ഇതേപോലെ പ്രൈസ് താഴോട്ട് വന്നതിന് ശേഷം അവിടെ വെച്ച് നമുക്കൊരു ഹാമർ ക്യാൻഡിൽ കിട്ടുകയാണെങ്കിൽ അവിടെ നിന്ന് പ്രൈസ് റിവേഴ്സ് ചെയ്ത് മുകളിലോട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട് എന്നാണ് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ വായിക്കാനും പഠിക്കാനും സാധിക്കുന്നത്. ഇനി നമ്മൾ പല സ്ഥലത്തു നിന്നും ഒരുപാട് കാര്യങ്ങൾ ഇതേപോലെ പഠിക്കും. പഠിച്ചതിന് ശേഷം നമ്മൾ മാർക്കറ്റ് വാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൽ നിന്നും വ്യത്യസ്തമായ എന്തെങ്കിലും കണ്ടാൽ നമ്മളത് അപ്പം തന്നെ നോട്ട് ചെയ്ത് വെച്ച് എന്താണ് ഞാൻ പഠിച്ചതിലുള്ള വ്യത്യാസം എന്ന് അനലൈസ് ചെയ്ത് വീണ്ടും വീണ്ടും പഠിക്കാൻ ശ്രമിക്കുമ്പോൾ മാത്രമാണ് ഒരാൾക്ക് നല്ല രീതിയിൽ മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യാനും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിൽ നിന്നും നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കുന്നത്. ഓൾറൈറ്റ്, അപ്പോൾ ഇതൊരു നീണ്ട സെഷനായിരുന്നു. ട്രേഡിങ്ങിനെ പറ്റി പഠിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ ഒരു വീഡിയോ ചെയ്യാനാണ് ഞാൻ ശ്രമിച്ചത്. അതുമാത്രമല്ല, കഴിഞ്ഞു പോയ ചാർട്ടുകൾ എടുത്തു വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ മൂവ്മെൻറ്റ് അങ്ങോട്ടായിരിക്കും ഇങ്ങോട്ടായിരിക്കും എന്നൊക്കെ പറയുന്നതല്ല ശരിക്കുള്ള ട്രേഡിങ്.
അതാർക്കും ചെയ്യാൻ സാധിക്കുന്ന സംഭവമാണ്. ലൈവായി നമ്മൾ ഫോക്കസ് ചെയ്ത് തെറ്റ് പറ്റിയാൽ നമ്മുടെ പണം നഷ്ടമാകും എന്നുള്ള ആ ഒരു സ്ട്രെസ്സോടുകൂടി നമ്മളിത് ചെയ്യുമ്പോഴാണ് അത് പ്രോപ്പർ ആയിട്ടുള്ള ട്രേഡിംഗ് ആയി മാറുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇവിടെ പഠിക്കാൻ ശ്രമിച്ചത് ഈ ട്രേഡിങ്ങിന്റെ ലാംഗ്വേജ് എന്താണ് എന്നുള്ളതിന്റെ ഒരു ബേസിക്സ് മാത്രമാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ചത് ഒരു ക്യാൻഡിൽ നമുക്ക് പറഞ്ഞു തരുന്ന സ്റ്റോറീസ് എന്താണ് എന്നാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് മെൻഷൻ ചെയ്ത പോലെ തന്നെ ഒരു ക്യാൻഡിൽ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു സ്റ്റോറി ഒന്നാണെങ്കിൽ ഒരു കൂട്ടം ക്യാൻഡിൽ നമുക്ക് പറഞ്ഞു തരുന്ന സ്റ്റോറി കുറച്ചും കൂടെ വ്യത്യസ്തമായിരിക്കും, അതല്ലെങ്കിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് തുടർന്നുള്ള വീഡിയോസിൽ പഠിക്കാം. നിങ്ങൾ കുറേ കാലം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും ഞാൻ നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു പ്ലേലിസ്റ്റിൽ ഇട്ട് വെച്ചേക്കാം. ട്രേഡിംഗ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഓരോ വീഡിയോസായി നിങ്ങൾക്ക് അവിടെ കയറി കാണാവുന്നതാണ്. അപ്പോൾ ട്രേഡിംഗ് പഠിക്കുന്നതൊക്കെ നല്ലത് തന്നെ, പക്ഷേ ഒരിക്കലും നമ്മുടെ ലോങ് ടേം ഇൻവെസ്റ്റിംഗ് വിട്ടുപോകരുത്. അത് പഠിക്കാനുള്ള പ്ലേലിസ്റ്റും എൻ്റെ ചാനലിലുണ്ട്, അതും വിട്ടുപോകരുത്. നല്ല രീതിയിൽ അതും ഉപയോഗപ്രദമാക്കുക. അപ്പോൾ ബൈ.